മഴ പെയ്തു യെസ് മഴ വീണു. മഴ തകർത്ത മഴ. മഴ കൂടി മുട്ട മഴ. ടയറിന് സുഖമായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ വണ്ടി ടയർ ചൂടാവത്തില്ല. പക്ഷെ മഴ പെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങി ചായ കുടിച്ച് ഇറങ്ങിയത് കൊണ്ട് ഓക്കെ ആ ടൈമിങ് നല്ല. ഇനിയിപ്പോ പുറത്ത് ഇറങ്ങുന്നതിന്റെ അല്ല, ഇറങ്ങി കഴിഞ്ഞ അവിടെ മൊത്തം ആളെയും ഇതാകുമ്പോ ഇനി സീനില്ല, അലമ്പോ. ഓക്കെ അയ്യോ വണ്ടി കേറിയോ? ഒഡീഷ 30. അയ്യോ അതങ്ങ് കേറിപ്പോയി അങ്ങ്. എന്താടാ ഇതായി പോയതാണോ? ബ്രേക്ക് കൺട്രോൾ ആയി പോയതാണോ? മഴ തെന്നിപ്പോയതാണോ? എന്തോ അവസ്ഥ? എന്തോ ഒന്നെങ്കിൽ ബ്രേക്ക് കിട്ടിയില്ല, ഒന്നെങ്കിൽ ബ്രേക്ക് കിട്ടി അവന്റെ ഭാഗ്യമാ. ആ രണ്ട് ഡിവൈഡർ അത് കേറി വണ്ടി നിന്നു വണ്ടി പറ്റിയില്ല. മറ്റേ പൂഴിമണ്ണായിരുന്നു. മണ്ണായിരുന്നു, മണ്ണിനകത്ത് കയറിയ അതല്ലോ ഇപ്പോഴത്തെ കട്ടിയുണ്ട്. ആ കട്ടിയും ചാടി ആ കട്ടി ചാടി പാലോ ഭാഗ്യം കേട്ടോ. ഒന്നെങ്കിൽ ഉറങ്ങി അല്ലെ ബ്രേക്ക് കൺട്രോൾ കിട്ടിയില്ല. ഇല്ല കൺട്രോൾ കിട്ടാൻ മാത്രമുള്ള വഴിയല്ല. ഒഡീഷ വണ്ടിയാ. മോനെ ഉറങ്ങിയെല്ലാം പോയതായിരിക്കും. ഞാൻ പേടിച്ചു. ഞാൻ പെട്ടെന്ന് ആൾക്കാർ നമ്മളെ മുമ്പ് ഓട്ടി വണ്ടിയാ, കഴിഞ്ഞ വണ്ടിയാ. നല്ല പോക്കാ നമ്മള് നല്ല പോക്കാ. അല്ലാതെ ഈ മഴയത്ത് ഈ മാതിരി പോക്ക് പോകാൻ മഴയത്ത് പൊക്കോട്ടെ. മഴയത്ത് കണ്ടുള്ള വണ്ടി എത്ര വട്ടം നമ്മള് ഈ രാത്രി വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ എത്ര വട്ടം തന്നെ ആൾക്കാര് ഓരോ വണ്ടി ലോറി വലത്തോട്ട് കട്ട് ചെയ്ത് മാറുന്നു. എത്ര വട്ടം നമ്മള് ഹോൺ അടിച്ച് മാറ്റി. എത്ര വട്ടം നമ്മൾ ഹോൺ അടിച്ച് മാറ്റി. ഈ ഹോൺ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം നമുക്കുണ്ട്. ഈ ഹോൺ കൊണ്ടേ കിക്ക് അടിച്ചിട്ട് കാര്യമില്ല. ഈ ഹോൺ കൊണ്ട് അങ്ങനെ കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. വേറെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ നമ്മുടെ ടയറിലോട്ട് വരികയോ ഈ വലിയ എയർ ഹോണിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാണല്ലോ ഈ ഉറങ്ങി പോകുന്നവര് പെട്ടെന്ന് ഉണരും. എത്ര വണ്ടികളായി ഉറക്കം തൂങ്ങി പോകുന്നത്. പ്രത്യേകിച്ച് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. ലോങ് ഒക്കെ പോയി വരുന്നവർക്ക് എത്രയെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ ട്രക്ക് ലൈബൈൻ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഉറക്കക്ഷീണം വന്ന് എവിടെങ്കിലും ഒരു ഗ്യാപ്പ് ഉള്ളിടത്ത് വണ്ടി നിർത്തി കഴിഞ്ഞ് പോലീസുകാർ വണ്ടി ഇടിപ്പിക്കത്തില്ല. അതിൽ കുറ്റം പറയാൻ പറ്റുമോ? അവര് വണ്ടി ഉറക്കം തൂങ്ങിയല്ലോ ഓരോരുത്തരും മൊത്തം ഓടിക്കുന്നത്. വലിയ വിഷയം. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ കടമുറിയോ വീടോ അതിലോ വലിയൊരു അപകടത്തിലോട്ടാ പോകുന്നത്. പിന്നെ നമ്മള് തന്നെ എത്ര വട്ടം ഹോൺ അടിച്ചു. ഇന്നലെ നമ്മുടെ ഫുൾ ലോഡ് വണ്ടി വലത്തോട്ട് വണ്ടി പോവാ. വലത്തോട്ട് ഇന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു വലത്തോട്ട് വണ്ടി കട്ട് ചെയ്ത് കയറി പോയത്. ചുമ്മാ നേരെ റണ്ണിങ് പൊക്കോണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് വലത്തോട്ട്. അതാ വിഷയം. അപ്പൊ ഈ ഹോൺ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമോ? അത് ആട് മനസ്സിലാക്കാനാ. ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ മഴ പെയ്തില്ല. കണ്ടോ, ഇവിടെ മഴ പെയ്തേ ഇല്ല. അയ്യോ വണ്ടി ഒന്ന് കഴുകിയോ കേട്ടോ. പക്ഷെ നല്ല മഴ പെയ്തു. ശരി. ആ കയറൊക്കെ ഒന്ന് നല്ല പൊടി കയറ് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ
കയറ് റെഡി ആയി കാണാൻ ചാൻസ് കുറവാണ്. പൊടി നല്ല പൊടി ഉണ്ടായിരുന്നല്ലേ, അതൊന്നും മാറി കാണുമായിരിക്കും. പക്ഷെ അതിനുള്ള നല്ല അത്യാവശ്യം മഴ പെയ്തില്ലേ, അത്യാവശ്യം നല്ല കട്ടിക്ക് മഴ പെയ്തു. പക്ഷെ ഇവിടെ മഴ പെയ്തില്ല, ആ പഞ്ചായത്തിൽ മാത്രമേ പെയ്തുള്ളൂ. ലോറിക്കാരെ അവിടെ സൈഡ് തീർത്തിട്ട് ടാർപ്പൊക്കെ വലിച്ചു കയറ്റി. അത് ടാർപ്പ് വീഴട്ടെ, അത് കുഴപ്പമില്ല. ഞങ്ങോട്ട് പോകുന്ന വഴി എപ്പോഴാണ് മഴയെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ മഴക്കോളില്ല, ആ ഒരു ഏരിയ മാത്രമേ ഉള്ളായിരുന്നു. ഭയങ്കര നമുക്ക് ഇനി ഇവിടുന്ന് ചെന്നൈക്ക് ഇനി ഇവിടുന്ന് 750 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇവിടുന്ന് മുമ്പേ നോക്കിയപ്പോൾ 777 ആയിരുന്നു ബോർഡ്. ഞാൻ കണ്ടു, ഞാനത് നമ്മുടെ മാപ്പിനകത്ത് എത്ര കാണിക്കുന്നത്. ആ ഡയറക്റ്റ് ലൊക്കേഷൻ ആണോ? ആണോ? ഓക്കെ, പാട്ട് പോട്. വെമ്പാട് ടോൾ പ്ലാസ. ഇവിടെ മഴ ഇതുവരെ പെയ്തിട്ടില്ലേ? പക്ഷെ ഇവിടെ മഴക്കോൾ വന്നു. മിക്കവാറും പെയ്യും, അല്ലെ നൈറ്റ് പെയ്യും. നമുക്ക് ആന്ധ്ര ബോർഡർ കഴിയാൻ ഇനി എത്ര കിലോമീറ്ററിലുണ്ടെന്ന് അറിയാൻ പറ്റുമോ? തമിഴ്നാട്ടിലോട്ട് കയറാൻ എത്ര? 655 കിലോമീറ്റർ കഴിഞ്ഞാൽ നേരെ തമിഴ്നാട് കയറുക. ആ ഇതെന്നുള്ളതാണ്. ഇനി ഇവിടെ 300 കിലോമീറ്റർ ചെന്നൈക്ക്. ഏതാ? കാവാലി, ഒങ്കോള്, മട്ടിപ്പാട് സ്ഥലപ്പേരാ. ബോർഡർ വരെ താജ് ഗസ്റ്റ് ബോർഡ് എത്ര? ബോർഡർ വരെ തമിഴ്നാടോ? 225. നമുക്ക് പറഞ്ഞ ആ ഡെസ്റ്റിനേഷനോ? ടോട്ടൽ എല്ലാം കൂടെ 100 കിലോമീറ്ററേ ഉള്ളൂ. രാവിലെ എത്തും. ഓക്കെ, ഇടയ്ക്ക് ഉറങ്ങാതിരുന്നാൽ മതി. സാധാരണ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കമൊന്ന് കട്ടാവുന്നതാ. വെങ്കടാചലം ടോൾ പ്ലാസ. ഇവിടുന്ന് നമുക്ക് തമിഴ്നാട് കയറാനായിട്ട് ഇവിടുന്ന് ഇനി ഒരു 100 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് പറയുവാണെങ്കിൽ 101 കിലോമീറ്റർ. ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് എത്താൻ തമിഴ്നാട് സംസ്ഥാനത്തിലോട്ട് കയറാൻ. ഇതിപ്പം വെങ്കടാചലം ടോൾ പ്ലാസ. സമയം ഇപ്പം 6 മണി. നമുക്ക് ഇവിടുന്ന് ചെന്നൈയിലേക്ക് ഇനി ഒരു 100 കിലോമീറ്റർ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഡീസലൊന്ന് ഫുള്ളാക്കാനല്ല, റിസർവായി. അപ്പം തൽക്കാലത്തേക്ക് അങ്ങോട്ട് കയറുന്നിടം വരെ ഒന്ന് ചെന്നൈ കയറിയിട്ട് തമിഴ്നാട് കയറിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡീസലിന് റേറ്റ് കൂടുതല. മറ്റേ ആകുമ്പോൾ 3 രൂപ വ്യത്യാസമുണ്ട് ലിറ്ററിന്. തമിഴ്നാട് കയറുമ്പോൾ 3 രൂപ റേറ്റ് കുറവുണ്ട്. അപ്പോൾ അതുവരെ ഓടാനുള്ളത് തൽക്കാലത്തേക്ക് അടിച്ചിട്ടിട്ട് ബാക്കി അവിടെ പോയിട്ട് അടിക്കാം. സമയം ഇപ്പോൾ 7 മണി. സമയം ഇപ്പോൾ 7:30 7:45, 8 മണിയാവാറായി. ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഇവിടെ വന്ന് 7:30 ആയപ്പോൾ ഇവിടെ നിന്ന് ഡീസലടിച്ച് ഞങ്ങളിവിടെ നിന്ന് കുളിച്ച്. ഇവിടെ നല്ല വാഷ്റൂമുണ്ട്, നല്ല വൃത്തിയുള്ളതാണ്. ഇവിടുന്ന് ഞാൻ കുളിച്ച് റെഡിയായി. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വിട്ട്
പോവാം. ഇപ്പോൾ സമയം 8 മണിയായി. പോയേക്കാം. കുളിച്ച് സുന്ദരനായല്ലോ. ഈ പമ്പിൽ നിന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങി. അല്ലെ പിന്നത്തേക്ക് നടക്കത്തില്ല പരിപാടി. ഓ വണ്ടിയുടെ സൈഡ് കണ്ടോ സ്ക്രാച്ച് ആയതുകൊണ്ട് നല്ലൊരു ഓരയാണ് വരഞ്ഞിരിക്കുന്നത്. ഈ പമ്പിന് താണ്ടി ഇവിടെ കാറുകൾ വന്നടിക്കും. ഇവിടെ ലോറി കയറി അടിക്കത്തില്ല. ലോറി ഇതിന്റെ അത്യാവശ്യം നല്ല പമ്പ് തന്നെ. ലോറിയൊക്കെ ഇതിന്റെ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഇതിന്റെ നേരെ ബാക്കിൽ എന്നിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങി വരുന്നത്. കാറുകളൊക്കെ കണ്ട് ഇവിടെ അടിക്കും. എന്നിട്ട് നല്ല ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം പക്ക. അത്യാവശ്യം നല്ലത് തന്നെ പറയാം. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആവറേജ് ആയിപ്പോ. നമ്മൾ തമിഴ്നാട് കയറിയിട്ടില്ല. കർണാടക അല്ല, കർണാടകയും പോട്ടെ, ആന്ധ്ര തന്നെ. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് തമിഴ്നാട് ബോർഡറിലേക്ക് കയറാൻ ഇനി ഒരു 100 കിലോമീറ്റർ. ടോട്ടൽ ചെന്നൈ 155. ആ പിന്നെ ഇന്ന് ലോഡ് ഇറക്കുമോ ഇല്ലയോ എന്ന് അവിടെ ചെന്നിട്ട് അറിയാം എന്തോ അവസ്ഥയെന്ന്. ഇപ്പോൾ സമയം 144 ഇവിടുന്ന് ചെന്നൈക്ക്. ഇപ്പോൾ സമയം 8 മണിയായില്ലേ? 8:03. അപ്പം എങ്ങനെയായാലും നമ്മളൊരു 100-150 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു 4 മണിക്കൂർ എടുക്കും ഇല്ലേ കുറഞ്ഞത്. ഇനി റോഡ് വല്ലതും തിരക്കോ ബ്ലോക്കോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടിയാലേ ഉള്ളൂ. ഓക്കെ, ചെന്നൈ 135, തിരുച്ചിറപ്പള്ളി 414, മധുരൈ 585, കന്യാകുമാരി 923. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ വണ്ടി ഈ വഴിത്താരയിലൂടെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ആഗമനം ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടുന്ന് വിസിറ്റ് അഗൈൻ ബോർഡ് കാണും. വെൽക്കം ടു ഊട്ടി. അല്ല, താങ്ക് യു വിസിറ്റ് അഗൈൻ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വെൽക്കം ടു തമിഴ്നാട്. അതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിന്ന് ചവിട്ടി അവിടെ പോയി ഫുഡ് കഴിക്കാം. നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടൽ. പൂരി, പൊങ്കൽ, പെയിൻ ദോശ, ഉണിയൻ ദോശ, മസാല ദോശ. നല്ല ആംബിയൻസ്. एक मसाला डोसा, मसाला डोसा, एक उपमा. उपमा साइड. शुगर. ये मसाला डोसा बड़ा मसाला डोसा. मसाला डोसा पे बड़ा ഇവിടുത്തെ മെനു മന ഊരി മനസ്സ് നിറയുന്ന രുചിയാണെന്ന് അറിയത്തില്ല.
ഇത് നമ്മുടെ ഉപ്പുമാ, എൻ്റെ ഫേവറേറ്റ് ഉപ്പുമാ. അവിടെ തുടങ്ങിയോ? വിമാനല്ലടാ കേരളക്കാരൻ കഴിഞ്ഞു. അപ്പൊ നീ ഇറങ്ങിക്കോ, നീ ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് വേണ്ട. അയ്യോ ചടങ്ങുണ്ടോ കഴിക്കുന്നു. അവൻ്റെ ദോശയും കൊള്ളാം അല്ലേ? ദോശയും സൂപ്പറായിട്ടുണ്ടോ? ഉപ്പാണ് അടിപൊളിയായിരുന്നു. നീ കഴിച്ചില്ല? നീ കഴിക്കത്തില്ല? ഉപ്പാ കഴിക്കത്തില്ല? ആ യെസ്, ഫിനിഷ്. പോയേതോ അതിർത്തി കിടക്കണ്ടേ? ഇനി അപ്പോളെ ചെന്ന് കയറുമ്പോഴേ അവിടെ എന്ന് ഇറക്കൂ, ഇന്ന് ഇറക്കുവോ, എന്തോ അവസ്ഥയൊന്നും അറിയത്തില്ല. ദിവസം എടുക്കുമോ എന്തോന്നും അറിയത്തില്ല. പക്ഷെ കേട്ടർ വെച്ചിട്ട് അപ്പോളോ കുഴപ്പമില്ല, പെട്ടെന്ന് ഇറക്കും, എമാർക്ക് പോലല്ല പെട്ടെന്ന് ഇറക്കും എന്നാണ് കേട്ടർ. ഈ കണ്ടറിവ് എന്തുവാന്ന് അതവിടെ പോയിട്ട് തന്നെ അറിയണം. ഓക്കെ, നമ്മളപ്പം എന്താ പറയുന്ന ആന്ധ്ര കഴിഞ്ഞ് ചെന്നൈ കയറാം, അതായത് തമിഴ്നാട് കയറാൻ പോകുമ്പോൾ അപ്പോൾ ചെക്ക് പോസ്റ്റ് ആയി. ചെക്ക് പോസ്റ്റ് കയറാൻ പോകും. ആന്ധ്ര ടു ചെന്നൈ, തമിഴ്നാട്. ചെക്ക് പോസ്റ്റ് കയറും. എപ്പോഴേ കയറണ്ട, നമ്മൾ മാത്രമല്ലാതെ പോയി കുടിച്ച് റെഡിയായി, പള്ളിയിൽ പോകണം റെഡിയായി, പിന്നെ ഫുഡൊക്കെ അടിച്ച് വണ്ടി വാഷ് ചെയ്ത് കുറേ ടൈം കുറേ പോയി. ചെന്നൈ ഇപ്പോൾ ഇറക്കം അറിയൂടാ. തീവണ്ടി അതാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി കയറാൻ പോവാണ്. ഇതുപോലെ ഇത് ഉണ്ടോ? വെയിറ്റിംഗ് ഇതുണ്ടോ? ബ്രിഡ്ജില്ല. നേരെ മുകളിൽ കൊടുക്കുന്നു പോകുന്നു. ഞാൻ ആദ്യട്ടോ പറയാൻ ഇടയ്ക്ക് വിളി അപ്പോൾ നമ്മളതിനാ തീയനായിട്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ പൊള്ളാച്ചി വേണ്ടി മേടിച്ചു പോയല്ലോ നീ, കൊല്ലുമല്ലോ നീ. കൊല്ലു പറഞ്ഞു കഴിഞ്ഞാൽ പൈസ 300 പോകുമ്പോൾ കൊടുത്തു വിട്ടോ, താത്ത് വെച്ച് കൊടുത്തു വിട്ടോ. താത്തോ ഇതാ കൊടുക്കാൻ പറഞ്ഞ ആ വണ്ടിക്കാരൻ കൊടുത്തില്ലല്ലോ. അവൻ വേണ്ട, അത് ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ലെന്ന് പറഞ്ഞു. അത് പൊക്കൽ ഞാൻ പോയാൽ പോരായിരുന്നു. ആ പോയി
നമുക്ക് അതുപോലെ പോയാൽ പോരായിരുന്നോ? പോണക്ക് എവിടെ പോരി വേണം അവൻ പോകുന്നു പിന്നെന്തു? അവൻ അതല്ലേ പറഞ്ഞത്, അവൻ നിർത്തത്തില്ല പോകുമ്പോ പറഞ്ഞത്. നിർത്തത്തില്ല പോവാന്നോ? എനിക്ക് പറഞ്ഞത്. ഓ അങ്ങനെ. പക്ഷെ അവര് നോക്കുന്നു പിടിക്കുന്നു അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. അവര് പറഞ്ഞു പോകുന്നു ചികിത്സ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ കൈ കാണിച്ചു, കൈ കാണിച്ചില്ലേ? കൈ നീട്ടി നിന്ന് കൈ കാണിച്ചു. നോക്കട്ടെ അവനവിടെ നോക്കട്ടെ. അവൻ പോകണം, അവൻ റെഗുലർ കസ്റ്റമർ ആയിരിക്കും. മനസ്സിലായില്ലേ? മന്ത്ലി പേയ്മെന്റ് ആയിരിക്കും അവര്. ക്യാപിറ്റല് മറ്റേ ഫുഡ് എക്സ്പോസ് ഇല്ലേ, അവിടത്തില്ല. മാസ പേയ്മെന്റ് അതുകൊണ്ട് കൈക്കൂലി നീ ഉദ്ദേശിക്കുന്നേ? മാസം കൈക്കൂലിയാ. മനസ്സിലായോ? അവർ ഓവർ കെട്ടി പോര്. അവനാണ് ഇത്. അങ്ങോട്ട് പോകാതെ നേരം നമ്മുടെ 500 രൂപ വാങ്ങിച്ച 500 രൂപ വാങ്ങിച്ചു. 100 രൂപ പറ്റത്തില്ല, 300 രൂപ പറ്റത്തില്ല. നമുക്ക് 500 രൂപ 500 രൂപ കഴിച്ചിടത്തെ. 500 രൂപ അങ്ങോട്ട് പോയോ? 500 കൊടുത്താൽ പോയ 200 കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ സമ്മതിച്ചില്ല, വിട്ടില്ല. വണ്ടി കയറി മനസ്സില്ലേ? ഗാരിക്കാട് വണ്ടി കഴിച്ചു. കുറച്ച് മാറ്റിയാട്ടാ ആ പാലിങ് തട്ടുകൂടെ കച്ചവടമല്ലേ? ചെറിയ ചെറിയ കടയല്ലേ രണ്ട് സൈഡിലും. മാറിയിട്ടാണല്ലേ? വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മള് തമിഴ്നാട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഇടവഴി പോകുന്ന പോലെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ ഇവര് ഒന്നും പറഞ്ഞില്ല. ഇവര് ഈ വണ്ടി നല്ല പ്രയോറിറ്റി ചെയ്തു. തമിഴ്നാട്ടിൽ അങ്ങനെ ഡ്രൈവർമാർ ഭയങ്കര പ്രയോറിറ്റി. ഏത് ഗ്രാമത്തിൽ കൂടെ പോയാലും അവർ പറഞ്ഞു ഇങ്ങനെ വഴി പോയാൽ അവര് പോകല്ലോ, അതൊക്കെ വിഷയമാണ്. ബ്ലോക്ക് ആയാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ആ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ സംസാരം ഉള്ളൂ. പിന്നെ ഉള്ളു നാട്ടിൽ കേട്ട് പിന്നെ എടുത്തോണ്ട് പോകണം, അത്രേ ഉള്ളൂ. അത് കേരള വണ്ടി ആണെങ്കിൽ പോലും അതെ അതെ നല്ലത് പറയും. നാലുകേറി ഇറങ്ങി ലെഫ്റ്റ്. പാലമല്ലേ പറഞ്ഞേ? നാലാമത്തെ പാലം കയറി ഇറങ്ങി ലെഫ്റ്റ്. അവിടുന്ന് കട്ടിങ് ഉണ്ടോ? ഓക്കെ. നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട് ബോർഡർ കയറി ഒരു 5-6-7 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള പമ്പിൽ കയറി ബാക്കി ഡീസൽ അടിക്കുക. ഇവിടെ എന്നാ ഉണ്ടോ? 92. അവിടെ എത്ര ആയിരുന്നു? ആന്ധ്ര എത്ര? 97. അപ്പോൾ 92. 4-5 രൂപ വ്യത്യാസമുണ്ട്. ഇനി ഇവിടുന്ന് ചെന്നൈ 50 കിലോമീറ്ററാണ് പറയുന്നത്. നമുക്ക് പോകേണ്ട അപ്പോളോടെ കമ്പനി എടാ മറ്റേ അപ്പോളോക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 60 കിലോമീറ്റർ.
ഇനി ഒരു 60 കിലോമീറ്റർ ഇവിടെ. ഓക്കേ. റൗണ്ട് കയറി നേരെ പോയി കഴിഞ്ഞാല് ടൗണിൽ പോവാം. അത് പറ്റത്തില്ല, ഇവിടത്തില്ല. ഇതിപ്പോ ഔട്ടർ റിംഗ് റോഡാണ്, ചെന്നൈ ഔട്ടർ. ഔട്ടർ അവിടെ നിന്ന് വന്ന് ഔട്ടർ കയറി നോക്കണ്ട, ഔട്ടർ കയറി നേരെ പോവാം. ബസ് ലോറി ലൈവ് വഴി പോകണം, വെറുതെ പോകുന്ന ലൈവ് വഴി. നല്ല റൗണ്ട് നല്ലാക്കിട്ടേ. നല്ലാക്കിട്ടേ. പേരെന്താ? സൂര്യ. ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ. സംഭവം നടത്തില്ലല്ലോ. ഞാൻ പോയിക്കടാ കൈ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ച് പൈസക്ക് ആയിരിക്കും ഗ്ലാസ് ആക്കാൻ പറഞ്ഞു. അപ്പൊ നീ എന്നോട് പറഞ്ഞ വണ്ടി എടുത്ത് വിടാ പോകാറുണ്ട്, പൈസക്ക് ആയിരിക്കും. ഇത് ഷെയ്ക്കാൻ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഫ്രണ്ട്സ്. താങ്ക് യു ബ്രോ. മോനെ ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ നേരെ എന്താ പറയാ വേറെ റോഡിൽ കയറി പെരുമ്പത്തൂർ പോകുന്ന റോഡിൽ കയറി. ലൊക്കേഷൻ ഏകദേശം ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. 30 കിലോമീറ്റർ ടൗണിൽ കയറി. ഇത് പ്രോപ്പർ ചെന്നൈ ടൗൺ അല്ല, ഔട്ടർ പിന്നെ അവിടെ റോഡിൽ കയറി. ഇവിടെ ഹൊസൂറുണ്ട് 256. ബാംഗ്ലൂർ ഹൊസൂറോ? വെള്ളൂർ 116. കൃഷ്ണഗിരി 200. കൃഷ്ണഗിരി ഇതിപ്പോ ഔട്ടർ സൈഡാ. എന്താടാ എവിടെ ഇരിക്കോ? ഇവിടെ RTO ചെക്ക് പോസ്റ്റ്. എല്ലാം കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതന്നെ അതെടുത്തു. സെയിം சாப்பிட்டேன். அது அங்கே போய் சாப்பிட்டேன், குழப்பமில்ல. போதும் 50. അമ്പതാണേ. അപ്പം ഇല്ലില്ല 50 കിട്ടും. യെസ് മുട്ട. അങ്ങനെ കട്ട് ചെയ്തിരും, കുഴപ്പമൊന്നുമില്ല. പോട്ടെ. നീ ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 20 കിലോമീറ്റർ. സമയം ഇപ്പം ടൈം 2 മണി. 2. ഓക്കെ. ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് എന്തോ അവസരത്തില്ല. ഏതാ ആണോ? ഓക്കെ, പോയി നോക്കാം. യെസ്. അപ്പം ഫൈനലി നമ്മൾ അപ്പോളോടെ
അങ്ങോട്ട് അതോടെ നീ കയറ്റിയിട്ട് എടാ ഇത് ഇറക്കാനുള്ള വണ്ടികളാണോ അവിടെ ഇത്? അയ്യോ പൊളിഞ്ഞ്. അയ്യോ ഇതെല്ലാം ഇറക്കാനുള്ള വണ്ടികളാണെങ്കിൽ 1 2 3 4 5 6 7 8 എൻ്റെ തമ്പുരാനെ ഇറക്കാനുള്ള വണ്ടികളാണെങ്കിൽ പൊളിഞ്ഞ് അടപാടനെ മൂഞ്ചിയല്ലോ. ആണോ? ആരില്ല ഇവിടെ? എന്താടാ വെയിറ്റ് ആവും? ജില്ലയോ ലെഫ്റ്റെടുത്താണോ? വണ്ടി ഇവിടെ അപ്പോളോയിലെത്തി. വണ്ടി ഇപ്പം വെയിറ്റ് നോക്കും. വൈബ്രിഡ്ജിലോട്ട് വെയിറ്റ് നോക്കാൻ. വെയിറ്റ് നോക്കിയിട്ട് വണ്ടി ഇനിയിപ്പുറത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ ലോഡ് ഇറക്കാനുള്ള വണ്ടികളാണ്. എന്തോ വകുപ്പൊന്നും അറിയത്തില്ല. അയ്യോ പണി കിട്ടുകയുണ്ട്. വണ്ടി ലോഡ് ഇറക്കാനുണ്ട്. ഇന്ന് ഇറക്കുമോ നാളെയോ ആണോ എന്തോ ഒന്നും അറിയില്ല. ചോദിച്ചു നോക്കട്ടെ.